ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറിന്റെ വ്യോമഗതാഗത മാർഗമായ കരിപ്പൂർ വിമാനത്താവളത്തെ മരണത്തിൽ നിന്നും കരകയറ്റാൻ വിവിധ സംഘടനകൾ രംഗത്തെത്തുകയാണ്. ചില ലോബികളുടെ ചെയ്തികളുടെ ഫലമായി കൂപ്പുകുത്തുന്ന ഈ വിമാനത്താവളം നിലനിർത്തേണ്ടത് മലബാറുകാരുടെ ആവശ്യമാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് വിമാനത്താവളം സംരക്ഷിക്കാൻ കോഴിക്കോട് മലപ്പുറം DCCകൾ രംഗത്ത്. ഓഗസ്റ്റ് ആദ്യവാരം വിമാനത്താവളത്തിലേക്ക് മാർച്ച്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് ജ്യോതിശാസ്ത്ര പരിഷത്ത്. തിരൂരിൽ പാഠപുസ്തകം നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. കരിപ്പൂർ വിമാനത്താവളത്തെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് ആദ്യവാരം വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോഴിക്കോട് മലപ്പുറം DCC പ്രസിഡന്റുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഭരണകാലത്ത് തന്നെ സംസ്ഥാന സർക്കാർ വികസനത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. 40-45 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ വികസനം 4 വർഷം കൊണ്ട് നേടുവാൻ സാധിച്ച ഈ UDF ഗവൺമെന്റ് കാലത്ത് തന്നെ ഭരണ തുടർച്ച വരുമ്പോഴല്ല, ഈ ഭരണ സമയത്ത് തന്നെ ഇതിനാവശ്യമായ ഭൂമി നിർബന്ധമായും വാങ്ങിക്കുവാൻ ഈ സർക്കാരിന് കഴിയണം. അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുവാൻ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ ജില്ലാ കോൺഗ്രസ് 2 ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഒരു മാർച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണെന്നും സാങ്കേതിക വിദ്യ വികസിച്ചിട്ടും ഇപ്പോഴും റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്താൻ കാലതാമസം നേരിടുകയാണെന്നും പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പറഞ്ഞു. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയൻ കേരള ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ കേരള ജില്ലാ കൺവെൻഷൻ കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനയുടെ പ്രസിഡന്റ് T. കുഞ്ഞിരാമൻ അധ്യക്ഷനായ യോഗം പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണെന്നും സാങ്കേതിക വിദ്യ വികസിച്ചിട്ടും ഇപ്പോഴും റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളിലെത്താൻ കാലതാമസം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 1000-ഓളം വരുന്ന ആപ്ലിക്കേഷൻസ് ഈ കഴിഞ്ഞ 3 മാസത്തിനിടെ കൊടുത്തപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ ചെയ്ത വലിയ ഒരു വേല ഭയങ്കരമായ സ്കാനിംഗ് ആയിരുന്നു. അതായത് 1000-ഓളം വരുന്ന അപേക്ഷകൾ, ഈ അപേക്ഷകൾ എങ്ങനെ തള്ളാം എന്ന തരത്തിലുള്ള പഠനങ്ങള്, പരീക്ഷണങ്ങളൊക്കെയാണ് ഇവർ നടത്തിയത്. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ പെൻഷനേഴ്സിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് M. രാജൻ നിർവഹിച്ചു. 10ാം വാർഷിക സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും തിരിച്ചറിയൽ കാർഡ് ലഭിക്കാത്തവർക്കുള്ള അപേക്ഷാ സമർപ്പണവും നടന്നു. PM ഗോപി, EM ഗോപാലൻ, KP സോമൻ, TP ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക മാധ്യമ സങ്കല്പങ്ങളുമായി കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം ആരംഭിച്ചു. 16 വർഷമായി ന്യൂസ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന ജില്ലാ വാർത്തകളുടെ പരിഷ്കരിച്ച രൂപമാണ് കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ. CH ഇബ്രാഹിംകുട്ടി ചെയർമാനായ മാനേജ്മെന്റാണ് CD മീഡിയയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ദൃശ്യമാധ്യമ രംഗത്ത് അതിനൂതനമായ സംവിധാനങ്ങൾ കോർത്തിണക്കിയ മാധ്യമ സംരംഭമാണ് കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ.
പ്രാദേശിക തലം മുതൽ അന്തർദേശീയ തലം വരെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു നൽകുന്ന കേരളത്തിലെ സമ്പൂർണ്ണ ന്യൂസ് ഏജൻസിയാകും CD മീഡിയ. മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് 16 വർഷമായി പ്രാദേശിക ചാനലുകൾ വഴിയും വെബ്സൈറ്റ് വഴിയും വാർത്തകൾ നൽകി വരുന്ന ജില്ലാ വാർത്തകളുടെ പരിഷ്കരിച്ച സംവിധാനമാണ് കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് കാര്യകാരണ സഹിതം പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അത് ചർച്ചാ വിഷയമാക്കുക, അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ അതിൽ അവരുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം, അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം, അവരുടെ ജോലിയുടെ പ്രത്യേകത എന്തായിരിക്കണം, താല്പര്യം എന്തായിരിക്കണം, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് പൊതുജനങ്ങളിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ വീഡിയോ പോർട്ടൽ, വീഡിയോ ന്യൂസ് പോർട്ടൽ, ലൈവ് സ്ട്രീമിംഗ്, ഇന്റർനെറ്റ്, ടെലിവിഷൻ എന്നിവയും ദൃശ്യമാധ്യമ രംഗത്തെ പ്രതിഭകളെ വാർത്തെടുക്കാനായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മീഡിയ സ്കൂളും കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ വിഭാവനം ചെയ്യുന്നു. പ്രവാസി, കാർഷികം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വനിതാക്ഷേമം, ശിശുക്ഷേമം, ജീവകാരുണ്യം, ബിസിനസ്, ടൂറിസം, യാത്ര, കായികം, സിനിമ, കല, പരിസ്ഥിതി, റിയൽ എസ്റ്റേറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ പോർട്ടൽ, ഓൺലൈൻ റേഡിയോ, ഓൺലൈൻ പത്രം, ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയെല്ലാം CD മീഡിയയുടെ ഭാഗമാകും. മാധ്യമ, ബിസിനസ്, മാർക്കറ്റിംഗ് രംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരും പരിചയസമ്പന്നരും ഒരുക്കുന്ന നവീന മാധ്യമ സംരംഭമാണെന്നും കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ ഭാരവാഹികൾ അറിയിച്ചു. 5 വർഷമായിട്ട് ജില്ലാവാർത്തകൾ.com എന്നുള്ളൊരു വെബ്സൈറ്റ് വെറും വീഡിയോ പോർട്ടലായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 4500, 5000 പുറത്തെ ആൾക്കാർ, ഇന്ത്യക്കകത്തും പുറത്തുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ വനിതകൾ ഉദ്ദേശിച്ചുള്ള ഒരു പോർട്ടലായിരിക്കും, അതോടുകൂടിയായിരിക്കും ഞങ്ങളെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ് ഉണ്ടാവുക. നിലവിൽ ഈ ന്യൂസ് ഏജൻസി ആയിട്ട് തന്നെ തുടരും. കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയ ഡയറക്ടർമാരായ ഡോക്ടർ M. അബ്ദുൽ ലത്തീഫ്, MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, VV സഞ്ജീവ്, ദിനലാനന്ദ്, സുരേഷ് പത്മനാഭൻ, CEO സജീഷ് കുമാർ തറയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ഒരേ റാങ്ക് ഒരേ പെൻഷൻ നടപ്പാക്കാത്തതിൽ ദേശീയ വിമുക്ത ഭട പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിമുക്തഭട പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംസ്ഥാന പ്രതിനിധി കൺവെൻഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഒരേ റാങ്ക് ഒരേ പെൻഷൻ നടപ്പാക്കാത്തതിൽ അസോസിയേഷൻ പ്രതിഷേധം പ്രകടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നേതൃത്വം കൊടുത്ത അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ 1 റാങ്ക് 1 പെൻഷൻ ഉടനടി നടപ്പിലാക്കുമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ ലക്ഷം വരുന്ന വിമുക്തഭടന്മാർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ധർണയും പിക്കറ്റും എല്ലാം നമ്മുടെ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 1 റാങ്ക് 1 പെൻഷന്റെ മുഖ്യ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു മുഖ്യാതിഥിയായിരുന്നു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് M. രാജൻ, P. അനിൽ ബാബു, RK വേലായുധൻ, റുക്യ BV, K. രവീന്ദ്രൻ, AK സുഗുണൻ, E. ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ചില സാമുദായിക സംഘടനാ നേതാക്കളുടെ മക്കളെയും മരുമക്കളെയും മാത്രം ഉൾപ്പെടുത്തുന്ന രീതി മാറ്റണമെന്ന് ജ്യോതിശാസ്ത്ര പരിഷത്ത്. ജാതി നോക്കാതെ കഴിവുള്ളവരെ ദേവസ്വം ബോർഡുകളിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിന്നെ 2 വിഭാഗത്തിന്റെ മക്കൾക്കും മരുമക്കൾക്കും മാത്രമേ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റിയിൽ സ്ഥാനമുള്ളൂ. എത്ര കാലമായി തുടരുന്നു? ഇതൊന്നും അനുവദിച്ചുകൂടാ. വിവരമുള്ളവർ വരട്ടെ. ദേവസ്വത്തിൽ പാണ്ഡിത്യമുള്ളവര്, ദേവനെ പറ്റി അറിയുന്നവര്, പിന്നെ ജ്യോതിശാസ്ത്രത്തെ പറ്റിയും നക്ഷശാസ്ത്രത്തെ പറ്റിയും വിവരമുള്ളവര് ദേവസ്വം, അതില് ഏത് ജാതിക്കാരും വരട്ടെ. ഒരു മക്കളെയും മരുമക്കളെയും മാത്രം കൊണ്ടുവന്നിട്ട് 2 സമുദായം മാത്രമാണ് ഇവിടെ ദേവനെ ഭരിക്കുന്നത്. അത് വിവരം ഉണ്ടെങ്കിൽ തർക്കമില്ല. വാർത്തകളിൽ ഒരിടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്.
കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ചാറ്റൽ മഴ മുതൽ ആർത്തലച്ച് പെയ്യുന്ന മഴ വരെ ചായമെടുത്തു നിൽക്കുകയാണ് ആർട്ട് ഗാലറിയിലെ ചിത്രങ്ങളിൽ. ചിത്രകാരന്മാരായ മുനീർ അഗ്രഗാമി, ആസാദ് ഉള്ളിയേരി എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മഴയുടെ ദൃശ്യഭംഗി ക്യാൻവാസിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ചിത്രകാരന്മാരായ ആസാദ് ഉള്ളിയേരിയും മുനീർ അഗ്രഗാമിയും. മഴ ആസ്വദിക്കുന്നവരും നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന മനുഷ്യരും ജീവികളും തുടങ്ങി നഗരവും ഗ്രാമവും മഴയിൽ കുളിച്ചു നിൽക്കുന്ന വിവിധ ഭാവങ്ങൾ വരെ ചിത്രങ്ങളാക്കിയിരിക്കുന്നു. അക്രിലിക്, ജലച്ചായം, ക്രയോൺസ് എന്നിവ ഉപയോഗിച്ച് വരച്ച 50 ചിത്രങ്ങൾ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കുകയാണ്. കേരളത്തിൽ മഴ കുറഞ്ഞു വരികയാണ്. അപ്പം മലയാളിൻ്റെ മനസ്സിലുള്ള മഴയാണ് പുറത്തേക്കുള്ളൊരു ഞങ്ങളൊരു ശ്രമമാണ്. അപ്പം അത് ഇപ്പോൾ ഞങ്ങൾ ഒരേ പ്രദേശത്തുള്ള രണ്ടാളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അനുഭവത്തിലുള്ളത്, പിന്നെ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞതായിട്ടുള്ള മഴ, അതിനൊക്കെ ഒന്ന് ക്യാൻവാസിലൂടെ പകർത്തിയാൽ എന്തായിരിക്കും, എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആലോചനയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഇതിലെത്തിയത്. ആദ്യം ഇങ്ങനെ പ്രദർശനത്തിൻ്റെ കാര്യമൊന്നും ആദ്യം ആലോചിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ അതിങ്ങനെ പ്രദർശനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, മഴയോട് തൊട്ട് നിൽക്കുന്നൊരു സാധനമാണ് വെള്ളം. ജലത്തിൽ വെള്ളം ഉപയോഗിച്ച് കളർ ചെയ്യുന്ന സംഭവം. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നുള്ളത് അക്രിലിക് പെയിൻറ്റിങ്ങാണ്. അതിൽ മഴയെ കാണിക്കാന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തൊരു സംഭവം. 1 വർഷമെടുത്താണ് ചിത്രങ്ങളുടെ രചന പൂർത്തിയാക്കിയത്. നിലമ്പൂർ അമൽ കോളേജിലെ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് മുനീർ അഗ്രഗാമി. ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ് ആസാദ് ഉള്ളിയേരി. ഇരുവരും ചേർന്ന് വർണ്ണം എന്ന പേരിൽ ചിത്രകലാ അക്കാദമി നടത്തുന്നുണ്ട്. ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം 15-ന് സമാപിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശനം. പ്രശസ്ത ചിത്രകാരൻ കെ ഷെരീഫാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം തിരൂർ കൈനിക്കര AMLP സ്കൂളിൽ SFI പ്രവർത്തകർ വിതരണം ചെയ്ത പാഠപുസ്തകങ്ങൾ യൂത്ത് ലീഗ് MSF പ്രവർത്തകർ നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂളിൽ SFI വിതരണം ചെയ്ത 50ഓളം പാഠപുസ്തകങ്ങളാണ് നശിപ്പിച്ചത്. തുടർന്നുണ്ടായ നേരിയ സംഘർഷത്തിൽ 4 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. സ്കൂൾ തുറന്ന മാസമൊന്ന് പിന്നിട്ടിട്ടും പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് SFI പ്രവർത്തകർ സ്വന്തം നിലയ്ക്ക് പുസ്തകങ്ങൾ അച്ചടിച്ച് കൈനിക്കര AMLP സ്കൂളിൽ പാഠപുസ്തകത്തിന്റെ കോപ്പികൾ വിതരണം ചെയ്തത്. 4ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ 50ഓളം കോപ്പികളാണ് പ്രവർത്തകർ വിതരണം ചെയ്യാനെത്തിച്ചത്. കുട്ടികൾക്ക് പുസ്തകം നൽകിക്കൊണ്ടിരിക്കെ മുസ്ലിം ലീഗ് MSF പ്രവർത്തകർ വിതരണം തടഞ്ഞു. തുടർന്ന് ബലമായി പുസ്തകം പിടിച്ചുവാങ്ങി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ മുസ്ലിം ലീഗ് CPM പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. HMനോട് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ, സ്കൂൾ കോമ്പൗണ്ടിൽ കയറാൻ പോലും സമ്മതിക്കാതെ മുസ്ലിം ലീഗുകാർ കയ്യേറ്റം ചെയ്യുകയും യൂത്ത് ലീഗുകാർ ക്രൂരമായി മർദ്ദിക്കുകയും ഞാനടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയും പുസ്തകം പിച്ച് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ വിഷ്വലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടാണ്. ഇതിനെതിരെ പൊതുസമൂഹം ഉണരേണ്ടതുണ്ട്. സംഘർഷത്തെ തുടർന്ന് 4 DYFI SFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അതേസമയം പുസ്തകത്തിൽ ചെഗുവേരയുടെ ഫോട്ടോ വച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് SFI പ്രവർത്തകർ തന്നെ പുസ്തകം വലിച്ചെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ്
MSF നേതൃത്വം പറയുന്നത്. AD 6-ാം നൂറ്റാണ്ടിൽ പല്ലവ പാണ്ഡ്യ രാജവംശവും AD 9-ാം നൂറ്റാണ്ടിൽ ചേര രാജവംശവും കേരളത്തിൽ കാർഷിക മാറ്റം രൂപവൽക്കരിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചതായി ചരിത്രകാരൻ കേശവൻ വെളുത്താട്ട് പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ചരിത്ര വിഭാഗം നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന ഓഡിയോ വിഷ്വൽ തിയേറ്റർ റൂമിൽ സംഘടിപ്പിച്ചത്. തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപീകരണം എന്ന വിഷയത്തിലാണ് ചൊവ്വാഴ്ച സെമിനാർ നടന്നത്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ കേശവൻ വെളുത്താട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. AD 6-ാം നൂറ്റാണ്ടിൽ പല്ലവ പാണ്ഡ്യ രാജ്യങ്ങളും AD 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ചേര രാജ്യവും കാർഷിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ MC വസിഷ്ഠ് സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബ്യൂണ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ DP ഗോഡ്വിൻ OK സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. KU ജോണിന്റെ നോവൽ ഭൂമധ്യരേഖയുടെ വീട് സാഹിത്യകാരൻ N പ്രഭാകരൻ പ്രകാശനം ചെയ്തു. ഓർമ്മകളിൽ നിന്ന് നടത്തിയിട്ടുള്ള വലിയൊരു വിളവെടുപ്പാണ് നോവലിന്റെ ഇതിവൃത്തമെന്ന് N പ്രഭാകരൻ പറഞ്ഞു. KU ജോണിന്റെ നോവൽ ഭൂമധ്യരേഖയുടെ വീട് പ്രശസ്ത സാഹിത്യകാരൻ N പ്രഭാകരൻ പ്രകാശനം ചെയ്തു. K ശശികരൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. എഴുപതുകളുടെ രാഷ്ട്രീയവും സാഹിത്യത്തിലെ പുത്തൻ ഉണർവുകളും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് നോവലെന്നും നോവൽ ഒരു ഫാക്ടറി ഉൽപ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തന്റെ ഓർമ്മകളിൽ നിന്ന് നടത്തിയിട്ടുള്ള വലിയൊരു വിളവെടുപ്പാണ് ഭൂമധ്യരേഖയുടെ വീട് എന്നും N പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. അതിനു മുമ്പ് ഞാൻ വേറെ ചില പേരുകളിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ആ കഥ പ്രസിദ്ധീകരിച്ച വിഷപ്പതിപ്പിൽ തന്നെ KU ജോണിയുടെ ജെറുസലേമിന്റെ കവാടങ്ങൾ അകലെയാണ് എന്ന കഥ കൂടി ഉണ്ട്. ഞാൻ ആ കഥ വായിച്ച ആ സമയം മുതൽ, അത് വായിച്ചു കഴിഞ്ഞ സമയം മുതൽ ജോണി എന്റെ മനസ്സിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ N മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ E ദിവാകരൻ, OK ജോണി, KU ജോണി എന്നിവർ സംസാരിച്ചു. വൈവിധ്യങ്ങളോടെ റംസാനിലെ പർദ്ദ വിപണി സജീവമായി. ആവശ്യക്കാരുടെ അഭിരുചിക്കിണങ്ങിയ ഇനങ്ങൾ കടകളിൽ നിറഞ്ഞതോടെ ഇത്തവണയും ഉപഭോക്താക്കൾ സംതൃപ്തരാണെന്ന് കടയുടമകൾ പറയുന്നു. ഓരോ തവണയും കൂടുതൽ ഫാഷനുകളാവുകയാണ് പർദ്ദകൾ. കല്ലുകളിലും മുത്തുകളിലും ഒതുങ്ങിയിരുന്ന പഴയ രീതിയിൽ നിന്ന് ഡിസൈനുകളിലെ വ്യത്യസ്തതയ്ക്കാണ് ഇക്കാലത്ത് കൂടുതൽ ആവശ്യക്കാർ. കറുപ്പ് നിറങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന പർദ്ദകൾ നിറവൈവിധ്യങ്ങളോടെ പുതുമോടി അണിഞ്ഞു. അറേബ്യൻ സ്റ്റൈലുകൾക്കാണ് ഏറെ പ്രിയമുള്ളത്. സുരയ്യ, സഹദ, അലീഫ, ടർക്കിഷ് കോട്ട്, അലീഷ, മെഹ്റിൻ തുടങ്ങിയ ഇനങ്ങൾ വിപണിയിൽ സുലഭമാണ്. പെരുന്നാൾ മുന്നോടിയായിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ ഈ നിദ ക്ലോത്തിൽ ഈ പ്രിന്റ് ബെൽ സ്ലീവ്, അതേപോലെ ഫ്രോക്ക്, പിന്നെ അംബർല, ബനിയൻ ക്ലോത്തിൽ അംബർല, അങ്ങനെ പല ടൈപ്പിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പല ഇത് വരുന്നുണ്ട്, ഇത് കൈക്ക് പ്രിന്റ് വരുന്നുണ്ട്, പിന്നെ ഇത് ഈ ടൈപ്പ് വരുന്നുണ്ട്. 2000 മുതൽ 4000 രൂപ വരെയാണ് പർദ്ദകളുടെ വില. കറുപ്പ് നിറത്തിലുള്ള പർദ്ദകൾക്ക് തന്നെയാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. ആഡംബരമേറെയില്ലാതെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഇത്തരക്കാർ വാങ്ങുന്നത്. കുട്ടികൾക്കിണങ്ങുന്ന പർദ്ദകളും വിപണിയിൽ ലഭ്യമാണ്. പർദ്ദകളോടൊപ്പം അവയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹിജാബുകളുമുണ്ട്. വ്യത്യസ്ത നിറങ്ങളിലും ഡിസൈനുകളിലുമാണ് ഹിജാബുകളും വിപണിയിലെത്തിയിരിക്കുന്നത്. പ്രശസ്ത സ്പോർട്സ് ലേഖകൻ V രാജഗോപാലിന്റെ നിര്യാണത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അനുശോചിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. TP ദാസൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സ്പോർട്സ് ലേഖകൻ V രാജഗോപാലിന്റെ നിര്യാണത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അനുശോചിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ മുൻ മേയർ TP ദാസൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഒരുപാട് ദേശീയ അന്തർദേശീയ സ്പോർട്സ് മീറ്റുകൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം മലയാളികൾക്ക് പ്രിയങ്കരനായ ലേഖകനായിരുന്നെന്ന് മുൻ മേയർ CJ റോബിൻ അഭിപ്രായപ്പെട്ടു. അവസാന മിനിറ്റിൽ കാഴ്ച നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കാഴ്ച വളരെ കുറവായിരുന്ന സമയത്ത് പോലും ബിൻസി ടൗണിൽ വന്ന് സ്പോർട്സ് കാണുക. ഇങ്ങനെ കാണുന്ന എനിക്കറിയാം. അവിടെ പിറ്റേ ദിവസം അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ചടങ്ങിൽ KC മുഹമ്മദ് ബഷീർ, M ഹാരിസ്, ബാസി മലാപ്പറമ്പ്, VM മോഹനൻ മാസ്റ്റർ, PT ആസാദ്, CP ഹമീദ്, അഡ്വക്കേറ്റ് M രാജൻ, മൂസ ഹാജി, AK മുഹമ്മദ് അഷ്റഫ്, T സുജൻ, KP മുഹമ്മദ് കോയ, O രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള കൂടി.
കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. വെല്ലുവിളി ഏറ്റെടുക്കുന്ന ശാസ്ത്രമല്ല ജ്യോതിശാസ്ത്രമെന്ന് ജ്യോത്സ്യന്മാരായ മൂലയിൽ മോഹൻദാസ് പണിക്കരും ബേപ്പൂർ TK മുരളീധര പണിക്കരും പറഞ്ഞു. കഴിഞ്ഞ ദിവസം യുക്തിവാദി സംഘം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു ഇരുവരും. തങ്ങളുടെ പ്രവചനങ്ങൾ പൂർണ്ണമായും ശരിയാവാറുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. അത് ഞങ്ങൾ ആ വെല്ലുവിളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെല്ലുവിളി ഏറ്റെടുക്കുന്ന ശാസ്ത്രമല്ല ജ്യോതിശാസ്ത്രം. പ്രശ്നമാർഗത്തിൽ ഓരയിലും പറയാണ്, ഒരാളുടെ ജാതകത്തിൽ ആദ്യം തന്നെ നോക്കേണ്ടത് നിർണീതേ സതി ജീവനെ കലൂന്നാണ്. മനസ്സിലായോ? അല്ല, മലയാളം തന്നെയാ ഇത്. അത്യാവശ്യം മലയാളമാണല്ലോ. എന്തിനാ സാർ ഇതൊക്കെ? ഞാൻ കുറെ കൊല്ലായി ഇത് അർത്ഥം തുടങ്ങിയിട്ട്. നിർണീതേ സതി ജീവനെ കലു. ആദ്യം നിങ്ങൾ ആയുസ്സുണ്ടോ നോക്കി ജാതകത്തില്, അതാണ്. എന്നിട്ട് വൈദ്യവും ചികിത്സയും നിശ്ചയിച്ചാൽ മതിയെന്ന്. പിന്നെ ഞങ്ങൾക്ക് ആയുസിനെ നിർണ്ണയിക്കാം. ഞങ്ങൾ വെല്ലുവിളിയിലെ ഭരിച്ച ജാതകമാണോ ജീവിച്ചിരിക്കുന്ന ജാതകമാണോ നോക്കാൻ ഒത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ. തെരഞ്ഞെടുപ്പ് പോലാണെങ്കിലോ എന്റെ മുൻകൂട്ടി തന്നെ നിങ്ങളെ മുന്നിൽ വന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അതിനൊരു മാറ്റം ഇന്നുവരെ സംഭവിച്ചില്ല. അപ്പൊ ഇന്നലെ അത് കണ്ടു ഞങ്ങള് പത്രത്തിൽ, ബേപ്പൂരാണെന്നൊക്കെ. മനസ്ഥിതി മാറ്റി പരിസ്ഥിതി കാക്കുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കി വിദ്യാർത്ഥികൾ മഴവെള്ള സംരക്ഷണവും പ്രകൃതി സൌഹൃദ അന്തരീക്ഷവും ഒരുക്കി മാതൃകയാവുന്നു. വളക്കുളം KHMHS സ്കൂളിലെ ഹരിതസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മഴവെള്ളം സംഭരിച്ചും പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകിയും ശ്രദ്ധേയമാകുന്നത്. ഇത് വാളക്കുളം KHM ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെത്തുന്നവർ ആരായാലും ഒന്ന് പ്രശംസിച്ചു പോകും. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയും പ്രകൃതിയെ സംരക്ഷിച്ചും അന്തരീക്ഷ മലിനീകരണം തടഞ്ഞുമാണ് സ്കൂളിൽ പ്രകൃതി സൌഹൃദ അന്തരീക്ഷമൊരുക്കി മാതൃകയാകുന്നത്. കഴിഞ്ഞ വേനലിൽ ഏറെ ഗുണം ലഭിച്ചതോടെ ഈ മഴക്കാലത്തും മഴവെള്ളം സംഭരിക്കാൻ കുട്ടികൾ കൂടുതൽ സജ്ജീകരണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 3 ഏക്കറോളമുള്ള സ്കൂൾ പരിസരത്തെ മൈതാനത്തിന്റെ താഴ്ന്ന ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകമായി 2 വലിയ കുഴികൾ കുഴിച്ച മഴവെള്ളത്തിന്റെ വലിയൊരളവ് ഈ കുഴികളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് മഴവെള്ളം ശേഖരിക്കുന്നത്. മഴവെള്ളം ഒലിച്ചെത്തുന്ന ഭാഗത്ത് വെള്ളം പാഴായി പോകാതെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനായി പ്രത്യേകമായി രാമച്ചെടികൾ നട്ടുപിടിപ്പിച്ചാണ് വെള്ളത്തെ സംഭരിച്ചു നിർത്തുന്നത്. ഇതുകാരണം കഴിഞ്ഞ വേനലിൽ സ്കൂളിലെയും സമീപത്തെ വീടുകളിലെയും കിണറുകളിലും ആവശ്യത്തിന് വെള്ളം ലഭ്യമായിരുന്നതായി വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു. സ്കൂളിലെ 200ഓളം വരുന്ന ഹരിതസേനാംഗങ്ങൾ വിവിധ ഗ്രൂപ്പുകളിലായി ഒഴിവു സമയങ്ങളിലാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മഴവെള്ളം സംഭരിക്കുന്നതിനായി 10,000 ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും 1 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഇറവെള്ള ശേഖരണ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ശേഖരിക്കുന്ന മഴവെള്ളം വേനലിൽ സ്കൂൾ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ പെയ്യുന്ന ജലത്തെ മുഴുവൻ പ്രത്യേക രാമച്ച വേലികൾ തയ്യാറാക്കി ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരികയും അതിലെ വെള്ളം അവിടെ 2 വലിയ മഴക്കുഴികൾ സജ്ജമാക്കി അതിലേക്ക് ഒഴുക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിലൂടെ കിട്ടാവുന്ന നേട്ടം നമ്മുടെ സ്കൂളിനകത്തും ഇതിന് പരിസര പ്രദേശത്തുള്ള കിണറുകൾക്ക്, പ്രത്യേകിച്ച് വേനൽ സമയത്ത് ഭൂഗർഭജലം ഉയർത്തുന്ന ഒരു നല്ലൊരു പദ്ധതിയാണ് ഈ പദ്ധതി. തികച്ചും ഇതൊരു മാതൃകാ പദ്ധതിയാണ്. മറ്റുള്ളവർക്കും ഇത് മാതൃകയാക്കാം. പലപ്പോഴും പെയ്തിറങ്ങുന്ന മഴ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. അത് പരിഹരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഏതാണ്ട് 200 അംഗ ഹരിതസേന വളരെ സജ്ജമായ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേവലം സ്കൂളിൽ മാത്രമല്ല, അവരുടെ വീടുകളിലും ഇത്തരം പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. മനസ്ഥിതി മാറ്റി പരിസ്ഥിതി കാക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം.
പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സ്കൂളിൽ മാത്രമല്ല സ്കൂൾ ബസ്സുകളുടെ പുറകിലും പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ പൂർണ്ണ സഹായത്തോടെയുള്ള ഈ പ്രവൃത്തികൾ കാണുമ്പോൾ പൂർണ്ണമായും ഇതൊരു പ്രകൃതി സൗഹൃദ വിദ്യാലയമെന്നേ പറയാനാകൂ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കൈക്കൂലി വാങ്ങി തന്നെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് വടകര കക്കട്ട് സ്വദേശി ഡാനിഷ് മജീദ്. കഴിഞ്ഞ 10 വർഷമായി CPM തന്നെ പീഡിപ്പിക്കുകയാണെന്നും കമ്മീഷണറുടെ നടപടികൾക്ക് CPMലെ ചില നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും ഡാനിഷ് പറഞ്ഞു. പല ആൾക്കാരോടുള്ള പാർട്ട്ണർഷിപ്പ് പൈസയാണിത്. ഇത് അയാൾ നമുക്ക് വാങ്ങിത്തന്നേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇത് തീർക്കാൻ പറ്റൂല, ഇത് തീർത്തിട്ടില്ലെങ്കിൽ നീ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പോകാൻ പറഞ്ഞിട്ട് മൊത്തിക്കൊരടി അടിച്ച അയാൾ അടിച്ച കാലിങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം. ബടി കൊണ്ട് ലാത്തി കൊണ്ട് അടിയിലടിച്ചു. കാണൂല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കോടതി പറയുന്ന പറഞ്ഞപ്പോൾ ഗുണ്ടാക്ട് എന്താ നമുക്കറിയില്ല. അന്നേരം അയാൾ പറഞ്ഞു വെച്ചാൽ നീ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളോടും പരാതി പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഈ താഹിർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കോഴിക്കോട്. അയാൾ എൻ്റെ ഉമ്മാന്റെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് തെളിവുണ്ട്, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, സിറ്റി പോലീസ് കമ്മീഷണറോടാണല്ലോ കളിക്കുന്നത്, അപ്പം കുറച്ച് ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം 2 ലക്ഷം റുപ്യ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഈ കമ്മീഷണർ എനിക്കെതിരെ കോണ്ടാക്ട് എടുത്തത്. അയാൾക്കറിയാം ഈ കോണ്ടാക്ട് വിട്ടുപോകുന്നുള്ളത്. ഇനി റംസാൻ വിശേഷങ്ങൾ. പരിശുദ്ധ റമദാൻ മാസത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നു. നടുവട്ടം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. സൈനുദ്ദീൻ പറമ്പത്ത് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ലീഗ് മണ്ഡലം സെക്രട്ടറി M മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഫൈറൂസ് മൗലവി, K ബഷീർ, ആബിദ് ജലീൽ, TM ആലി യൂസഫ്, CP മുസ്തഫ, അജ്മൽ, AP റഹീം, MP ഫൈജാസ്, K അബ്ദുൽ ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു. വിജിത്ത് ചാക്കേരിക്കാട് ശാഖ ശിഹാബ് തങ്ങൾ സ്മാരക മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. P ബഷീർ അധ്യക്ഷനായിരുന്നു. M ഷാഫി ഹാജി, P ഷെഫീഖ്, KP മുഹമ്മദ് അലി, KP മൻസൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബിസിനസ് വാർത്തകൾ. വസ്ത്രവിപണിയിലെ അത്യാധുനിക പുതിയ കളക്ഷനുകളുമായി സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷാൾസ് റെഡിമെയ്ഡ് സെന്റർ കാളൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്തിനും ഏതിനും പുതുമ തേടുന്ന മലയാളികൾക്കിടയിൽ സ്ത്രീകളുടെ മനസ്സിനെ കീഴടക്കുന്ന പുത്തൻ മോഡലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഷാൾസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്കൃതി, കറാച്ചി, ലാസ, ഗംഗ തുടങ്ങി 50ഓളം പുതിയ കളക്ഷനുകളാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. 250 രൂപയുടെ കോട്ടൺ ചുരിദാർ മുതൽ 5000 രൂപ വില വരുന്ന പാകിസ്ഥാനി മോഡലുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലബാറുകാരുടെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ വസ്ത്രങ്ങളോടുള്ള പ്രിയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മാങ്കാവ് റോഡിൽ കാളൂർ റോഡിൽ ഷാൾസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷാൾസിൽ എത്തിയിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനായി ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ചുള്ള ആധുനിക വിനിമയ വിധിയും ഇവർ ഉപയോഗിക്കുന്നു. പാകിസ്ഥാനി, LT, ഗംഗ തുടങ്ങിയ വിവിധ ഇനം ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ്. 360 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ചുരിദാറുകൾ ഇവിടെയുണ്ട്. പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് വൈവിധ്യമായ മോഡലുകളും ഡിസൈനുകളുടെയും പുതിയ കളക്ഷനുകളാണ് കടയിൽ എത്തിയിട്ടുള്ളത്. ഷാൾസ് കളക്ഷൻ, കാളൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ പരമ്പരാഗത ജീവിതചര്യകൾ പിന്തുടരണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതീയ ചികിത്സാ വകുപ്പ്, ആയുർവേദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, KMCT ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ 16 കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുജനങ്ങൾക്കായി മഴക്കാലചര്യ എന്ന പേരിൽ പൊതുജന ആരോഗ്യ പരിപാടി സംഘടിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് വിമാനത്താവളം സംരക്ഷിക്കാൻ കോഴിക്കോട്, മലപ്പുറം DCCകൾ രംഗത്ത്. ഓഗസ്റ്റ് ആദ്യവാരം വിമാനത്താവളത്തിലേക്ക് മാർച്ച്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് ജ്യോതിശാസ്ത്ര പരിഷത്ത്. തിരൂരിൽ പാഠപുസ്തകം നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life.